ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ജുനൈസ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. ഖത്തറിൽ തന്നെ ഇനിയല്ല, ലോകത്ത് തന്നെ അത്യാവശ്യം വിരലിലെണ്ണാവുന്ന കാലിസ്റ്റനിക്സ് അത്ലറ്റ്സുകളുണ്ട്. അത് ഖത്തറിൽ ഏറ്റവും ഹൈ ലെവലിൽ നിൽക്കുന്ന കുറച്ച് അത്ലറ്റ്സ് ഇവിടെ ഉണ്ട്. അവരുടെ കൂടെ ഇന്നത്തെ ഗ്രൂപ്പ് സെക്ഷനായിട്ടുള്ള വർക്കൗട്ടാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അത് ആരൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം, സപ്പോർട്ട് ചെയ്യുക. ഇനി മുതൽ അങ്ങോട്ടേക്ക് ഡെയിലി നല്ല ഇൻഫോർമേറ്റീവായിട്ടുള്ള കാലിസ്റ്റനിക്സ്, അതുപോലെ നല്ല കാലിസ്റ്റനിക്സ് ചെയ്തിട്ട് ബോഡി ബിൽഡാക്കുന്ന രൂപത്തിലുള്ള നല്ല നല്ല വർക്കൗട്ടുകളും സെക്ഷൻസും ഞാൻ എൻ്റെ പേജിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. ബൈ. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മൾ വെസ്റ്റ് ബേ ബീച്ചിലാണ് നമ്മുടെ ഇന്നത്തെ ലൊക്കേഷന്. ഇതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ കുറേ പേരവിടെ പ്രാക്ടീസിനും, അതായത് മെയിനായിട്ട് ഇവിടെ ഫാമിലി പാർക്കാണ് മെയിനായിട്ട്. അപ്പോൾ ആ രീതിയിലുള്ള പ്രാക്ടീസിന് പല പല ഗെയിംസും അവിടെ നടക്കുന്നുണ്ട്. കുളിക്കാൻ വരുന്നവരുണ്ട്. അപ്പോൾ ഇതാണ് ഹമദ്, ഹീസ് ഫ്രം ഫ്രാൻസ്. ഇപ്പോൾ കല്ലോസിലാണ് വർക്ക് ചെയ്യുന്നത്. നല്ല അത്യാവശ്യം ഫ്രീ സ്റ്റൈലും അതുപോലെ സ്റ്റാറ്റിക്സും നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്ന ഒരു അത്ലറ്റാണ്. ഇത് കല്ലോസ് ഫിറ്റ്നസിൻ്റെ ഫൗണ്ടർ ബൊസൈഫ്. He is also freestyle calisthenics and statistics also. ഇതാണ് മെയിൻ താരം. ഇപ്പോൾ വേൾഡിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ഫങ്ഷണൽ കാലിസ്ഥനിക്സിൻ്റെ ചലഞ്ച് ആയിക്കോട്ടെ, മറ്റുള്ള കാര്യങ്ങളൊക്കെ നല്ല പക്കായിട്ട് ക്ലീനായിട്ട് ചെയ്യുന്നതും വെരി വെരി ഹാർഡായിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണിത്. ഇത് ഡർക്കീറോ എന്നാണ് പേര്, ശരിക്കും പേര് സയ്യിദ് എന്നാണ്. ഹീസ് ഫ്രം നൈജീരിയ. അപ്പോൾ പേജ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും, അത്യാവശ്യം നല്ല ഹെവി സാധനങ്ങളായിരിക്കും ഇത് ചെയ്യലുണ്ടാവുക. അപ്പോൾ ഇവനെ നമ്മൾ പിന്നെ ഇന്നാണ് ഈ പോക്കിലാണ് പരിചയപ്പെടുന്നത്. ഒമർ എന്നാണ് പേര്. അത്യാവശ്യം നല്ല സ്റ്റാറ്റിക്സും ഫ്രീ സ്റ്റൈലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതായത് ഇപ്പോൾ അവിടെ വന്നിട്ടുള്ള എല്ലാവരും നല്ല രീതിക്ക് ഫ്രീ സ്റ്റൈൽ. ഇപ്പോൾ നമ്മളൊക്കെ സത്യം പറയാൻ നമ്മളൊരു സ്റ്റാറ്റിക്സ് നോക്കുകയാണെങ്കിൽ ഇവരൊക്കെ എത്രയോ താഴെ. അപ്പോൾ കേരളത്തിൽ നമ്മൾ വളർത്തിയെടുക്കണം എന്നുള്ള ആശയോടുകൂടിയാണ് പല കാര്യങ്ങളും ചെയ്തെടുക്കണം, പലതും പഠിച്ചെടുക്കണം, സ്കില്ല് പലരായിട്ട് പരിചയപ്പെടുന്നതും. ഇൻഷാ അല്ലാഹ് അതിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ സ്വപ്നങ്ങൾ കൈവടിയാതെ ഡെയിലി ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുക, ഓരോ കാര്യങ്ങൾ അതിനു വേണ്ടി ചെയ്യുക. അതുതന്നെയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ എൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ കൂടുതൽ ജിംനാസ്റ്റിക്സ് വർക്കൗട്ട് ചെയ്യുന്നു, കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഫ്ലിപ്പും കാര്യങ്ങളൊക്കെ. ഇപ്പോഴാണ് കാലിസ്റ്റനിക്സ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇനി പ്ലാഞ്ച് പ്രസ്സിൽ വരണം, അതുപോലെ പ്ലാഞ്ച് പുഷപ്പിൽ വരണം. ഇപ്പോൾ സ്റ്റഡി പ്ലാഞ്ചിലാണ് നമുക്ക് പുഷപ്പ് ചെയ്യാൻ പറ്റും. വേറൊരു സംഭവം നോക്കുമ്പോൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സപ്പോർട്ടാണ്. അവരൊക്കെ ഹെവി അത്ലറ്റ്സ് ആണെന്നുള്ളൊരു അഹങ്കാരമോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവരും നല്ല സപ്പോർട്ടിലാണ്. പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ദിവസമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഈ രീതിക്കുള്ളൊരു മീറ്റപ്പ് ഗ്രൂപ്പ് സെക്ഷന് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഇവൻ്റെ പേര് ഹസൻ എന്നാണ് പേര്, ബഹ്റൈൻ. അത്യാവശ്യം ഒമർ, ഹസൻ, അതുപോലെ പിന്നെ സൊഫിയാനെ പറഞ്ഞിട്ടുണ്ട്. ഈ നെക്സ്റ്റ് വീഡിയോയിൽ വരും. അത്യാവശ്യം നല്ല ഫ്രീ സ്റ്റൈലും സ്റ്റാറ്റിക്സും ചെയ്യുന്ന അവരാണ്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം ഇതന്നെ കാലിസ്ഥനിക്സ് എന്നുള്ള ആ ഒരു പാറ്റേണിൽ വർക്കൗട്ട് ചെയ്ത രൂപത്തിലാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജിംനാസ്റ്റിക്സ് ഫ്ലോർ ലെവലാണ് കൂടുതലും മാക്സിമം ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ഫ്രീ സ്റ്റൈലിൽ നിന്നുള്ള, അതായത് ഹൈ ബാറിൽ കൂടുതൽ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഫ്രീ സ്റ്റൈൽ ബാറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൂടുതലായിട്ട് മൊമെൻറ്റ്സ് അങ്ങോട്ട് റെഡി ആയിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഫ്രീ സ്റ്റൈൽ ചെയ്യാത്തത്. പിന്നെ അറിയാത്ത കാര്യങ്ങൾ കൂടുതൽ ചെയ്ത് ഇഞ്ചുറി ആക്കേണ്ടത് നല്ലതല്ലല്ലോ. ഇൻഷാ അല്ലാഹ് നാട്ടിലെത്തിയിട്ട് വേണം നമ്മളെ ക്ലാസ്സിൽ ഫ്രീ സ്റ്റൈലൊക്കെ ചെയ്തിട്ട് ഒന്നും കൂടി സെറ്റാക്കാൻ. ഇതാണ് നമ്മുടെ പുതിയ ഫ്രണ്ട്. ഖത്തറിൽ ഫ്ലിപ്പ് ചെയ്യാൻ ഒരാളെ കിട്ടാത്തതുകൊണ്ട് നമുക്കൊരു സങ്കടം ഉണ്ടായിരുന്നു, അത് മാറിക്കിട്ടി. അപ്പോൾ ഇവിടെ മാത്സിൻ്റെ ടീച്ചറാണ്. ഇവന് പാഷൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു സാധനം കാണിച്ചിട്ട് മാൽത്തീസൊക്കെ പുഷ്പം പോലെ ഇപ്പോൾ പൊന്തിക്കും. കണ്ടില്ലേ? ഇതൊരു ഫോം, ഷോൾഡറിൻ്റെ സ്ട്രെങ്ത്ത്, ആ ഒരു കോറിൻ്റെ പവർ, പിന്നെ ആ ഒരു ഗ്രൂപ്പ് സെക്ഷനിലുള്ള ഒരു സപ്പോർട്ട്. ഹമദും അതുപോലെ അത്യാവശ്യം മാൽത്തീസ് നല്ല സൂപ്പറായിട്ട് ചെയ്യും. കോറിനൊക്കെ അബ്ബാര പവറാണ്. ഇതിൽ നമ്മൾ അത്യാവശ്യം നല്ല ഫിസിക്ക്. സത്യം പറഞ്ഞാൽ ഇവർ ഇപ്പോൾ
അത്യാവശ്യം വർഷങ്ങളോളം ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു ഫിസിക് അച്ചീവ് ചെയ്ത നമ്മളെ മുന്നിൽ നമ്മളെല്ലാവരും ചോദിക്കുമല്ലോ, കാലിസ്റ്റനിക്സ് ചെയ്താൽ നമുക്ക് ഫിസിക് അച്ചീവ് ആവോ എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ ടൈം എടുക്കും. പക്ഷേ നമുക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താ പറയുക ആ ഒരു ഫിസിക്ക് നമുക്ക് എന്തായാലും അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനുള്ള ഉദാഹരണങ്ങളാണ് ഇവരൊക്കെ. നമ്മളൊരു മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ ഒരു രീതിക്കുള്ള നമുക്കെന്തെങ്കിലും മിസ്റ്റേക്ക് കാണുമ്പോഴും ആ ഒരു മിസ്റ്റേക്ക് പറഞ്ഞു തരാനും ഇതൊക്കെ ആയിട്ടുള്ള ആ ഒരു സെറ്റപ്പൊക്കെ നല്ലോണം ഇവർ നല്ല സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അതൊക്കെ കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഭയങ്കര തമാശയിൽ തല്ലുകൂടലൊക്കെ ഉണ്ടാവും. പിന്നെ ഫസ്റ്റ് ആൻസറിനൊന്ന് ട്രൈ ചെയ്ത് നോക്കി, നല്ല പക്ക ക്ലീനായിട്ട് കിട്ടി. അതുപോലെ അതിൻ്റെ കൂടെ തന്നെ ഒരു വൺ ഹാൻഡ് നോക്കി. പക്ഷേ വൺ ഹാൻഡിൽ പഴയ പോലെ ആ ഒരു എന്താ പറയുക എൽബോയിലുള്ള ആ ഒരു പെയിൻ ഉണ്ടായതുകൊണ്ട് തന്നെ കൂടുതൽ കിട്ടുന്നില്ല. അപ്പോൾ ഈ വീഡിയോയിലുള്ള സപ്പോർട്ട് നല്ല ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഗ്രൂപ്പ് സെക്ഷൻ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പായിട്ട് ചെയ്യുന്നു, നമ്മൾ സിംഗിളായിട്ട് ചെയ്യുന്നു, രണ്ട് പവറാണ്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ട് മാക്സിമം കാലിസ്റ്റനിക്സ് ചെയ്യുമ്പോൾ ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ആ ഒരു പവർ ഉണ്ടല്ലോ. ഇപ്പോൾ ഈ പ്ലാഞ്ചിൻ്റെ ഫോമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പക്ക ഒരു ക്ലീൻ ഫോമിലേക്ക് ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് വരുന്നത്. ഇതൊക്കെ കണ്ടില്ല, ഈ ഒരു പ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എത്ര കൊല്ലം നിൽക്കണം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം, നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുക. ഇനി അങ്ങോട്ട് നമ്മൾ കാലിസ്റ്റനിക്സിനെ കൂടുതലായിട്ട് നമ്മൾ ബോഡി നല്ല അത്യാവശ്യം ഫിസിക്ക് ബിൽഡാവുന്ന രൂപത്തിലുള്ള കാര്യങ്ങളും ഏതൊക്കെ വർക്കൗട്ട് ഉൾപ്പെടുത്തണം, നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള സ്ഥിരമായിട്ടുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഫ്ലിപ്പും കുറച്ചായിട്ട് പ്രാക്ടീസ് ചെയ്തു. വേറെ കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ നല്ലോണം മാക്സിമം എൻജോയ് ചെയ്തു. ഇത് നമ്മൾ ബീച്ചിൽ നിന്ന് ചെയ്യുന്നതാണ്. ഒരു വെബ്സ്റ്റർ അതുപോലെ കണക്ഷൻ ബാക്ക് ഫ്ലിപ്പ് കുറച്ച് ചെയ്ത് കുറേ കാലത്തിന് ശേഷം നമുക്ക് ബാക്ക് ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ആ ഒരു സമാധാനം ഉണ്ടല്ലോ, ഫ്ലിപ്പും കാര്യങ്ങൾ ജിംനാസ്റ്റിക്സ് ചെയ്യുമ്പോൾ ആ ഒരു സമാധാനം നല്ലോണം കിട്ടിയിരുന്നു. അതിൻ്റെ കൂടെ കാലിസ്റ്റനിക്സും കൂടി ആയപ്പോൾ നല്ല രസം അവനൊക്കെ ചെയ്യുന്നുണ്ടാ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സുഫിയാൻ. ഇവനും അത്യാവശ്യം സ്റ്റാറ്റിക്സും അതുപോലെ ഫ്രീ സ്റ്റൈലും അത്യാവശ്യം നല്ല രീതിക്ക് സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ പ്രൊഫഷണലായിട്ട് ഇൻ്റർനാഷണൽ ലെവൽ അത്ലറ്റ്സാണ്. GCCയിൽ നല്ല അറിയപ്പെടുന്ന അത്ലറ്റ്സാണ് ഇവരൊക്കെ. പ്രൊഫഷണലി പേജ് അത്യാവശ്യം റീച്ച് അല്ലെങ്കിലും പക്ഷേ ഇവരുടെ കൺട്രീസിലും ഇവരുടെ നാട്ടിലൊക്കെ അത്യാവശ്യം നല്ല ഫേമസ് ആണ് ഇവരൊക്കെ. ഇത് ഫങ്ഷണൽ ട്രെയിനിങ് മാൻ നല്ല അടിപൊളി കമ്പനിയായിരുന്നു, സൂപ്പറായിരുന്നു. എന്തായാലും ബന്ധം നിലനിർത്തണം തന്നെയാണ് പ്ലാൻ. ഇവൻ്റെ വേറൊരു പ്രത്യേകത വെച്ചാൽ ഇത് കഴിഞ്ഞുള്ള കമൻട്രി അതുപോലെ ആക്ഷൻസ് ഒരു കോമഡി ആ ഒരു ലെവലിൽ ഉണ്ടല്ലോ, നല്ലോണം കീപ്പ് ചെയ്ത് നല്ല സൂപ്പറായിട്ട് ചെയ്ത അതാണ് ഹാബത്തിൻ്റെ പ്രത്യേകത. ഇതും മുപ്പര പേരും ബൊസൈഫ് ഹമദ് എന്നാണ് പേര്. ഹമദ് ഇവിടുത്തെ ഫാമിലിപ്പെട്ട ആളാണ്. ഖത്തരിസിന് അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ആ ഒരു ലെവലിലുള്ള ടീമിൽപ്പെട്ട ആൾ തന്നെയാണ്. കാരണം കല്ലോസിൻ്റെ ഫൗണ്ടറാണ്. അപ്പോൾ തന്നെ ചിന്തിച്ചാൽ മതി. സുഫിയാൻ്റെ സ്റ്റാറ്റിക്സ് ഈസ് അമേസിങ്. ഇതാണ് നമ്മൾ ഇൻസ്റ്റയിൽ ഇപ്പോൾ നല്ല വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു അത്യാവശ്യം നല്ല അത്ലറ്റാണ്, നല്ല പവർഫുൾ അത്ലറ്റ്സാണ്. ബൊസൈദ് അലി എന്നാണ് പേര്. സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അതായത് ഒരു ലക്ഷ്യമില്ലാത്ത ഒരു പവർ ഉണ്ടല്ലോ, അത്യാവശ്യം ഡർക്കിറിനെ പോലെ തന്നെ നല്ല എന്താ പറയുക നല്ല അഡ്വാൻസ് മൂവ്മെൻറ്റ്സൊക്കെ ആഡ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. നല്ല അടിപൊളി അത്ലറ്റ്സാണ്, നല്ല സൂപ്പർ പവറാണ്. അപ്പോൾ ഇവരൊക്കെ കാണാൻ പറ്റിയതും എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റിയതും പിന്നെ ഒരു ഗ്രൂപ്പ് സെക്ഷനിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഭാഗ്യം തന്നെയാണ്. ഇത് ബൊസൈഫിൻ്റെ മകനാണ്. ഇപ്പോൾ തന്നെ കാലിസ്റ്റനിക്സ് ട്രെയിനിങ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. 11 വയസ്സാണ് തോന്നുന്നുണ്ട്. അത് നമുക്കിവിടെ പറയാനുള്ളൊരു ഒരു ഒരു എന്താ പറയുക സജഷൻ എന്ന് വെച്ചാൽ ചെറിയ പിള്ളേർക്ക് ഇപ്പോൾ തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതുപോലെ നാട്ടിലെത്തിയാൽ നമുക്ക് പിള്ളേർ ആ രീതിക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, അത്യാവശ്യം വളർത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ചു വരും. അപ്പോൾ പിള്ളേരെ ഈ രൂപത്തിൽ ഇപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു പ്രൊഫഷണലായിട്ട് നമ്മൾ സ്പോർട്സിനോട് ഒരു എന്താ പറയുക നമ്മൾ സപ്പോർട്ട് കൊടുക്കുമ്പോൾ പിള്ളേരും എന്താ പറയുക നല്ല ഒരു രീതിയിൽ ലഹരിക്കടിമപ്പെടാതും ഇതിനോടുള്ളൊരു പാഷനും പ്രൊഫഷനും ആകുമ്പോൾ പിള്ളേർ അത്യാവശ്യം നല്ല ഫിസിക്ക് ബിൽഡാവും. ആ ഒരു ആത്മീയ വശം നോക്കുമ്പോൾ ആ രീതിക്ക് അങ്ങനെയാവും. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, പിള്ളേരെ മാക്സിമം ഈ രീതിക്ക് വളർത്തിയെടുക്കാനുള്ള ഒരു മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഓരോ വീഡിയോ ഒക്കെ തന്നെയാണ് നമ്മളും സമൂഹത്തിന് കൊടുക്കുന്നത്. നമ്മൾ കുറേ എന്താ പറയുക ബാഡായിട്ടുള്ള കുറേ നെഗറ്റീവ് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന കാര്യമില്ലല്ലോ. കാരണം അത്യാവശ്യം ഒരു മനുഷ്യന് വേണ്ടത് നല്ല ആരോഗ്യമാണ്, അതുപോലെ നല്ലൊരു ഫിസിക്ക് വേണം.
അതുപോലെ ഒരു മറ്റുള്ളവരുടെ ഒരു റെസ്പെക്റ്റ് ചോദിച്ച് വാങ്ങാന്നുള്ളതല്ല, നമ്മൾ പ്രവൃത്തിയിലൂടെ നമ്മൾ നല്ല രൂപത്തിൽ നടക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് കിട്ടും. അതൊരു കോച്ചായ നിലക്ക് ഞാനിങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല മനുഷ്യനായിട്ട് ജീവിക്കുക, എല്ലാവരോടും നല്ല രൂപത്തിൽ സഹവസിക്കുക. അപ്പോൾ തന്നെ നമ്മളെ കരിയറും പ്രൊഫൈലൊക്കെ ഓട്ടോമാറ്റിക് ബിൽഡാകും. പല പ്രശ്നം. അപ്പോൾ അവിടെ സെക്ഷന് ഏകദേശം തീരുമാനമായി, കുറച്ച് സമയം കൂടി ഉള്ളൂ. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ നമ്മൾ പോവും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അതായത് കാലിസ്തനിക്സിലൂടെ നല്ല ഫിസിക്ക് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം സമയമെടുക്കും, പക്ഷേ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മൾ കൺസിസ്റ്റൻസി ആണ് ഇതിൻ്റെ മെയിൻ സംഭവം. പിന്നെ ഡയറ്റ് പ്ലാന് അതിലേറെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഫിസിക്കും അച്ചീവ് ചെയ്യാം, എന്നാലാണെങ്കിലും സ്കില്ല് നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മൾ നിലവിൽ ഇന്ന് കൂടെ നമ്മൾ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇത് ആരൊക്കെയാണെന്നുള്ള എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇവരെ വീഡിയോസും ഇതൊക്കെ ആയിട്ട് പേജ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുതരാം, ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.